ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഫ്രൈഡ് റൈസും പയോളി ചിക്കനും. കോമ്പിനേഷനൊന്നല്ല, പക്ഷേ കഴിക്കണം തോന്നി ഉണ്ടാക്കി. നമ്മളിതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ജസ്റ്റ് വഴിയെ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് വെള്ളം ചൂടാക്കി വെള്ളത്തിൽ നമ്മൾ കുറച്ച് സ്പൈസസൊക്കെ ഇട്ടു. ഏലക്കായ്, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇതൊക്കെ ഇട്ട് ആൻഡ് ഉപ്പിട്ടു. പിന്നെന്താ ഈ ചെറുനാരങ്ങ നീരിട്ട് കഴിഞ്ഞാൽ നമുക്ക് റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. സോ നമ്മളങ്ങനെ റൈസ് ഇട്ടു. റൈസ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 3 പേർക്ക് കഴിക്കാനുള്ളതാണ്. 3 പേർക്ക് അല്ല, ഒരു 4 പേർക്ക്. നമ്മൾ 3 ആളാണുള്ളത്, എന്നാലും ബാക്കി കാണുമല്ലോ ഒബ്വിയസ്ലി. അങ്ങനെ നമ്മൾ റൈസൊക്കെ ഇട്ടു. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസിന് നമുക്ക് എന്ത് വേണം? ചിക്കൻ വേണം. നമ്മളങ്ങനെ പാൻ വെച്ചു. നമ്മൾ ഇനി സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിൽ അഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. ഗൈസ് സൂപ്പർ. യു എയിലുള്ള ആൾക്കാർ, എനിക്കറിയില്ല നാട്ടിലത് അവൈലബിൾ ആണോയെന്ന്. യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെത് യൂസ് ചെയ്താൽ മതി. അടിപൊളിയാണ്, അത്യാവശ്യം അഫോർഡബിൾ ആണ്, നല്ല സൺഫ്ലവർ ഓയിലാണ്. നമ്മളങ്ങനെ ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും അതൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുന്നതായിരുന്നു. നമ്മളങ്ങനെ ചിക്കൻ ആഡ് ചെയ്തു. അത് നന്നായിട്ട് അധികം അങ്ങനെ പൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു പീസായിട്ടാണ് അത് കട്ട് ചെയ്തിട്ടിടുന്നത്. പിന്നെ അതിനത്ര ഭയങ്കരമായിട്ട് കുറേ വെന്തെടുക്കണം അങ്ങനെയൊന്നുമില്ല. അത് പെട്ടെന്ന് അങ്ങനെ സെറ്റായിക്കോളും. പക്ഷേ ഇത് ഞാൻ അങ്ങനെ എന്താ പറയുക, ഇതിനെ തിരിച്ചിടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഞാനത് അവിടെ ഉപേക്ഷിച്ചു. ദെൻ നമുക്ക് പയോളി ചിക്കനിലോട്ട് കിടക്കാം. പയോളി ചിക്കനിൽ നമ്മൾ ഇഞ്ചി പേസ്റ്റും പിന്നെ ഉപ്പും ഇട്ടിട്ട് വേണ്ട ചിക്കൻ നമ്മൾ നന്നായിട്ട് കുഴച്ച് വെക്കണം. ഒരു 15 മിനിറ്റ്സ് കുഴച്ചവിടെ വെക്കാം, അടച്ചു വെക്കാം. ദെൻ നമ്മളതിൻ്റെ മസാലയിലോട്ട് കിടക്കണം. മസാലയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മൾ ആപ്പിൾ വിനെഗർ കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് നമ്മൾ 2 പാർട്ടാക്കണം. കുറച്ച് മസാല ഫോർ നമ്മുടെ ചിക്കൻ ആൻഡ് നെക്സ്റ്റ് മസാല ഫോർ നമ്മളെ പയ്യോളി ചിക്കൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണുമല്ലോ. അപ്പോൾ ഈ ഒരു ചിക്കനെ പയ്യോളി ചിക്കനാക്കി മാറ്റുന്ന ഒരു ആളുണ്ട്. അതാണ് ഈ വെള്ളക്കുട്ടൻ, ക്രഷ്ഡ് കോക്കനട്ട്, അതായത് തേങ്ങാപ്പീര. അങ്ങനെ തേങ്ങാപ്പീരയിലോട്ട് ബാക്കി മസാല നമ്മളിങ്ങനെ കുഴച്ച് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ചോറ് അല്പം വെന്ത് പോയോ എന്ന് നമുക്ക് തോന്നി, പക്ഷേ ഇല്ല, കറക്റ്റായിരുന്നു. ഒരു 75% ഒക്കെ വേവ്, അത്രയൊക്കെ മതി. അങ്ങനെ ചോറൊക്കെ നമ്മൾ നന്നായിട്ട് ഊറ്റിയെടുത്തു. നെക്സ്റ്റ് നമ്മളത് ഫ്രൈ ചെയ്യാം. ഫ്രൈഡ് റൈസിന് ഫ്രൈ വേണമല്ലോ. അങ്ങനെ റൈസിനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ അഗെയിൻ സൺഫ്ലവർ ഓയിൽ, ദെൻ കുറച്ച് ഗാർലിക്, പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട എല്ലാ വെജിറ്റബിൾസും നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ്, ബീൻസ് ആൻഡ് ക്യാബേജ്, ക്യാപ്സിക്കം. എത്ര വെജിറ്റബിൾസാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. എനിക്കറിയില്ല ഇതെന്തിനാ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഓരോന്നിനും അതിൻ്റേതായ രീതി ഉണ്ടല്ലോ. ദെൻ നമ്മൾ സോയാ സോസിൽ ഓൾറെഡി ഒരു ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യാൻ, വെജിറ്റബിൾസിലോട്ട്. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് നമ്മൾ ഹോട്ട് സോസാണ് ഗൈസ് യൂസ് ചെയ്തത്. നമ്മൾ ഹോട്ട് സോസ് ഇട്ടു. ദെൻ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾ ഇത് വേവിക്കാൻ നിൽക്കരുത്, വെജിറ്റബിൾസ് അതങ്ങനെ കിടക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ടു. ചിക്കൻ ഇത്രയും വറക്കാൻ പാടില്ലായിരുന്നു ഗൈസ്, നമ്മളോട് വറുത്തു പോയതല്ല, ചിക്കൻ എന്തോ അവിടെ തന്നെ കിടന്നു. ചിക്കൻ എന്തോ ആ പാനിൽ നിന്ന് അങ്ങോട്ട് വരാൻ തോന്നിയില്ല.
അങ്ങനെ ചിക്കൻ അവിടെ കിടന്നു. ഓക്കെ, ചിക്കൻ അവിടെ കിടന്നോട്ടെ. അങ്ങനെ ചിക്കൻ കുറച്ച് കറുത്തു പോയി. ഇത്രയും ചിക്കനെ ഇത്രയും കറുപ്പിക്കാൻ പാടില്ല ഗൈസ്. ദെൻ നമ്മൾ തുമ്പപ്പൂ ചോറ് വിളമ്പി. ഇതത് സംഭവം ചോറ് നമ്മളിങ്ങനെ നമ്മുടെ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്തു. നെക്സ്റ്റ് ദിസ് ഈസ് ദ മെയിൻ തിങ്, മിക്സ്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ റൈസ് പൊട്ടിപ്പോവാൻ പാടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യണം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ റൈസ് പൊട്ടിപ്പോവില്ല. ഇതൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക, ഭയങ്കര പ്രാക്ടിക്കലായിട്ട് അങ്ങനെയല്ല. അതായത് ഈ കുക്കിങ്ങിൽ ഭയങ്കര പ്രൊഫഷണൽ ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ വീട്ടൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. എനിവേ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ നമ്മളിത് സെറ്റാക്കി. യെസ്, ദിസ് ഈസ് അവർ ഫൈനൽ പാർട്ട്. കുറച്ച് ബ്ലാക്ക് പെപ്പർ, വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വൈറ്റ് കളറിൽ കിട്ടും. നെക്സ്റ്റ് സ്പ്രിങ് ഓണിയൻ ആഡ് ചെയ്തു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നല്ലൊരു പ്രത്യേക രസം. അങ്ങനെ നമ്മളതിനെ അടച്ചു വെച്ചു. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു മൈ ഫേവറേറ്റ്, അവർ ഫേവറേറ്റ് പയ്യോളി ചിക്കൻ. അങ്ങനെ നമ്മൾ പയ്യോളി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. പാൻ എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ പെറുക്കിയിടണം. പ്രത്യേകം ശ്രദ്ധിക്കണം, പയ്യോളി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം. എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ബിക്കോസ് ദിസ് ഈസ് പ്യുവർലി ഫ്രം അവർ സൗത്ത് ഇന്ത്യൻ ഡിഷ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി പയ്യോളി, നമ്മുടെ കോഴിക്കോടൻ ചിക്കൻ. അപ്പം എന്താണെങ്കിലും വെളിച്ചെണ്ണ എടുക്കണം നിങ്ങൾ. ഓക്കെ, അങ്ങനെ വെളിച്ചെണ്ണ എടുത്തു. ചിക്കനെ നന്നായിട്ട് പൊരിച്ചെടുത്തു. ഒരു സൈഡ് കറക്റ്റ് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില. ദെൻ ദ മെയിൻ പാർട്ട്, ക്രഷ്ഡ് കോക്കനട്ട്. അതിങ്ങനെ വെതറി കൊടുക്കുക. അപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങളത് വെതറണം, എന്നാലേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദെൻ നമ്മുടെ മെയിൻ പാർട്ട്, നമ്മളിങ്ങനെ എരിഞ്ഞ് ചാവണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ചില്ലി, അതിനിങ്ങനെ കീറി മുറിച്ചിട്ട് ഇടുക. നിങ്ങളിഷ്ടം പോലെ കീറിക്കോളൂ. എങ്ങനെ വേണമെങ്കിലും കീറാം. കുനുകുനാന്ന് എടുത്തോ, എങ്ങനെ വേണമെങ്കിലും എടുത്തോ. ദെൻ ദ ഫൈനൽ പാർട്ട്, ഈറ്റിംഗ്. ബൈ.